നാളെ വൈകിട്ട് 6:30 ന്യൂഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് പള്ളിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. ക്രിസ്മസ് സന്ദേശവും പ്രധാനമന്ത്രി ഇവിടെ വെച്ച് നൽകും. ഡൽഹിയിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ പ്രധാന കേന്ദ്രമാണ് സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ. മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ ഒത്തുചേരുന്ന ഇടം. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളുമെല്ലാമായി ആഘോഷിക്കാൻ ഒരുങ്ങിയ പള്ളിയിലേക്ക് നാളെ മോദി എത്തും. When Prime Minister comes, his wishes are there for us, and also his coming is also affirms that the Christian communities in India, as we are people who always love, who are always kind, who are always good. We are always instrument of God's peace to others. And his coming, we share that thing with him so that he in turn takes his peace and shares with the people of our nation. കഴിഞ്ഞ വർഷം ഈസ്റ്റർ ദിനത്തിലും സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലേക്ക് മോദി എത്തിയിരുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇതിന് സമാനമായി ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും BJP ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനായി കഴിഞ്ഞ 2 വർഷം നടത്തിയ ഇടപെടലുകൾ ഫലം കണ്ടു തുടങ്ങിയെന്നും വിലയിരുത്തുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലും ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായി. ക്രിസ്ത്യൻ സഭകളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള BJPയുടെ രാഷ്ട്രീയ പദ്ധതിയുടെ കൂടി ഭാഗമാണ് മോദിയുടെ തുടർച്ചയായ കത്തീഡ്രൽ സന്ദർശനം. അതേസമയം മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ രാജ്യത്തെ ക്രൈസ്തവർ നേരിടുന്ന വലിയ അനീതി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ സെക്രട്ടറി ഫാദർ സുരേഷ് മാത്യു രംഗത്ത് വന്നു. ഛത്തീസ്ഗഡിലെ 8 ഗ്രാമങ്ങളിൽ നിന്ന് ക്രൈസ്തവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നേരിടുന്ന ആക്രമണങ്ങളും മോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് സഭാധ്യക്ഷന്മാർക്ക് അയച്ച തുറന്ന കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.